എവരിവൺ, ഞാൻ സി അഖില നാരായണൻ. നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് നിങ്ങൾക്ക് എക്സാമിന് തൊട്ട് മുമ്പ് വരെ തീർത്തും ഇറലവൻ്റ് എന്ന് തോന്നുന്നതും എന്നാൽ എക്സാം ഹാളിൽ കയറി എക്സാം തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് അയ്യോ ഇതൊന്ന് നോക്കിയിട്ട് വന്നാൽ മതിയായിരുന്നു എന്ന് തോന്നാൻ പോകുന്ന ഒരു ആസ്പെക്റ്റിനെ കുറിച്ചാണ്. എന്താ അത്? നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഫസ്റ്റ് പേജ്. ലോട്ട്സ് ഓഫ് തിങ്സ് അല്ലെ, കുറേയധികം സാധനങ്ങൾ അതിനകത്ത് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും എക്സാമിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പം നമുക്ക് ഉറപ്പായിട്ടും ഓരോ കാര്യം ഇങ്ങനെ റീഡ് ചെയ്ത് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഒന്ന് പേപ്പറിലേക്ക് ഇടാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരത്തില്ല എപ്പോൾ നിങ്ങൾ മോക്ക് എക്സാംസ് എഴുതുമ്പോഴും ഫുൾ ടെസ്റ്റ് എഴുതുമ്പോഴും ഒക്കെ ഇതുപോലെ ഒരു പേപ്പറും കൂടെ പ്രിൻ്റ് എടുത്ത് വെച്ച് അതും കൂടെ ഫില്ല് ചെയ്ത് അങ്ങ് ശീലിച്ച് പോവുകയാണെങ്കിൽ. ഇനി അങ്ങനെ ഫില്ല് ചെയ്യാൻ നിങ്ങൾ ഇരിക്കുമ്പോഴും നിങ്ങളിതിൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും റീഡ് ചെയ്ത് നോക്കിയിട്ട് വേണമല്ലോ ഇത് ഫില്ല് ചെയ്യാൻ അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ സമയം കളയണ്ട. അതിനാണ് ഞാനിവിടെ ഉള്ളത്. നമ്മൾ എന്ത് ചെയ്യും, ഓരോ പൊസിഷനിലും എന്താണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു തരും. സോ അതിൻ്റെ പേരിൽ ഇനി ഒരു ഡൗട്ടോ എക്സ്ട്രാ റീഡിങ്ങോ ഗൂഗിൾ സെർച്ചോ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരില്ല. നമുക്ക് തുടങ്ങാം. അപ്പോൾ നോക്കൂ, ഇത് നിങ്ങൾ കാണേണ്ട സമയം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകളും മറ്റും എഴുതാൻ തുടങ്ങുന്നത് അതിന് തൊട്ട് മുമ്പ് മതി. നേരത്തെ അങ്ങ് കണ്ടിരിച്ചാലും നിങ്ങൾ കുറച്ച് മുമ്പ് അത് മറന്നു പോകത്തില്ലേ. സോ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ ഉറപ്പായും നിങ്ങൾ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ മറക്കണ്ട. ഇത് വെച്ചിട്ട് തന്നെ വേണം നിങ്ങൾ ആൻസേഴ്സ് എഴുതി നോക്കാൻ വേണ്ടി. നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ പോകുന്നത് പേപ്പർ 4-ൻ്റെ, അതായത് നിങ്ങൾ പേപ്പർ 3-യും പേപ്പർ 4-ഉം പ്രത്യേകത എന്താ, MCQ പേപ്പേഴ്സ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ OMR ഷീറ്റിലായിരിക്കും ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഒരു OMR ഷീറ്റ്, അതിൽ നിങ്ങളുടെ റോൾ നമ്പർ കൊടുക്കാനും ആൻസർ കൊടുക്കാനും ഒക്കെ ഒറ്റ സ്പേസ് ഉണ്ടായിരിക്കും. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൽ നിങ്ങൾ എന്താ ആദ്യം ഫില്ല് ചെയ്യേണ്ടത്, ആൻസർ ഷീറ്റിൻ്റെ നമ്പറിൻ്റെ ഒരു സ്പേസ് ഇവിടെ കിടപ്പുണ്ട്. പക്ഷേ നിങ്ങൾ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അത് നിങ്ങൾ ഫില്ല് ചെയ്യാനുള്ളതല്ല. ഒരു സീൽ അതിലുണ്ടാകും. നിങ്ങളുടെ ആൻസർ ഷീറ്റ്സിൻ്റെ സീരിയൽ നമ്പർ അതിൽ ഓൾറെഡി സീൽ ചെയ്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. നിങ്ങൾ ആദ്യം ഫില്ല് ചെയ്യേണ്ടത് റോൾ നമ്പറാണ്. മേ ബി നിങ്ങളുടെ റോൾ നമ്പർ നിങ്ങൾക്ക് ഒരു എക്സാമിന് ഒരു 14 ദിവസം മുമ്പ് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോൾ റോൾ നമ്പർ കിട്ടുമല്ലോ. സോ അതിനുശേഷം നിങ്ങൾ അങ്ങോട്ട് എഴുതുന്ന മോക്കുകളിലെല്ലാം ഈ പ്രിൻറ്റിന് ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റിയൽ റോൾ നമ്പർ തന്നെ എഴുതി അങ്ങ് ശീലിക്കുക. നല്ലതായിരിക്കും. എഴുതിക്കോ, കുഴപ്പമൊന്നും ഇല്ലാന്നേ. ഈ സ്പീഡ് എന്ന് പറയുന്നത് റിയലി മാറ്റർ ആണ് നമ്മുടെ എക്സാം ടൈമിൽ. സോ അത് ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് ഫില്ല് ചെയ്യണം. ഇനി ഇതിനകത്ത് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇത് തന്നെയാണോ എഴുതേണ്ടത് അല്ലാത്തൊന്നൊരു കൺഫ്യൂഷൻസോ കാര്യങ്ങൾക്കോ ഒന്നും നമുക്ക് അവിടെ സ്പേസ് ഇല്ല, ടൈമും ഇല്ല. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചെഴുതുക. സേബി ഞാനിപ്പോൾ നമ്മുടെ റോൾ നമ്പർ 1 2 3 4 5 6 എന്ന് എടുക്കാമെന്ന് വിചാരിച്ചോ. സോ നമ്മുടെ റോൾ നമ്പർ 1 2 3 4 5 6 ആണ്. ഇതെങ്ങനെ എഴുതണം? ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ പറയുന്ന ബോക്സസിൽ ബ്ലാക്ക് ബോൾ പോയിന്റ് പെന്ന് കൊണ്ട് തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യണം. ഓക്കെ, ഇനി ഇതിന് താഴെ എന്താ ചെയ്യേണ്ടത്? ഇതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്കിൾസ് നിങ്ങൾ റൗണ്ട് ചെയ്യണം. റൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ? റൗണ്ട് ഫുള്ള് ഫില്ല് ചെയ്തു എന്ന് ഉറപ്പിക്കുക. അതിനിടയ്ക്ക് സ്പേസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അത് മാത്രമല്ല ഒത്തിരി വെളിയിലേക്ക് പോകാതെയും കൂടെ ശ്രദ്ധിച്ചോണം. ഇനി ഈ റൗണ്ട് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്? അത് അവിടെയല്ല, താഴെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ only HB പെൻസിൽ ടു ഡാർക്കൻ ദ അപ്രോപ്രിയേറ്റ് സർക്കിൾസ്. സർക്കിൾസ് ഡാർക്കൻ ചെയ്യാൻ HB പെൻസിൽ വേണം യൂസ് ചെയ്യാൻ. ഇത് എന്തായി HB പെൻസിൽ, ഇതിന് എവിടെ പോയി ഉണ്ടാക്കും? അങ്ങനെയാണോ? നിങ്ങൾ മെജോറിറ്റി ആളുകളും യൂസ് ചെയ്യുന്ന പെൻസിൽ HB പെൻസിൽ തന്നെ ആയിരിക്കും. ഒന്നെടുത്ത് നോക്കിയാൽ മതി. ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഷോപ്പിൽ, ഏത് സ്റ്റേഷനറി ഷോപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോയിട്ട് HB പെൻസിൽ വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മുടെ നോർമൽ പെൻസിൽ തന്നെയാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങിക്കുക, അത്രേ ഉള്ളൂ. സോ നോക്കിയേ, ഇവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ റോൾ നമ്പർ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുന്നു. എൻ്റെ സർക്കിളിങ് കണ്ടിട്ട് ഇതുപോലെ ചെയ്തേക്കില്ല കേട്ടോ, അത്ര പോരാ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ കോഡ്. നിങ്ങളുടെ ശ്രദ്ധിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കോഡ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ അത് FCB അങ്ങനെ എന്തെങ്കിലും ഒരു കോഡായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എഴുതുക. ദെൻ നിങ്ങളുടെ പെൻസിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്കിൾസ് FCB അത് ഫില്ല് ചെയ്യുക. ദെൻ നിങ്ങൾ ഫില്ല് ചെയ്യാനുള്ളത് നിങ്ങളുടെ മീഡിയം ഓഫ് എക്സാം ആണ്. മോസ്റ്റ് പ്രോബബ്ലി നമ്മളെല്ലാവരും ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും എക്സാം എഴുതുന്നുണ്ടാവുക. സോ ഇംഗ്ലീഷ് എടുക്കുക, ഈ ഇയും സർക്കിൾ ചെയ്യുക. എഴുതുകയും വേണം, സർക്കിളും ചെയ്യണം. ദെൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് നമ്പർ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റിൽ ഒരു നമ്പർ ഉണ്ടായിരിക്കും. തൽക്കാലം അതും ഇങ്ങനെ 1 2 3 4 5 6 7 ആണെന്ന് വിചാരിക്കുക. ഇനി ഇവിടെ ഇങ്ങനെ ഡോട്ടഡ് ആയിട്ട് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിജിറ്റൽ ക്ലോക്കിലൊക്കെ എഴുതില്ലേ, ആ ഒരു ഡോട്ടിലൂടെ തന്നെ എഴുതാനൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഡോട്ടഡ് സ്പേസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂഷ്വലി നിങ്ങൾ എഴുതുന്നത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെ എഴുതാം. ഇനി എന്ത് ചെയ്യുക, അതും കറക്റ്റായിട്ട് ആ സ്പേസുകളിൽ ഫില്ല് ചെയ്യുക. ഞാൻ എല്ലാം ഫില്ല് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നിങ്ങൾ വലിയ കുട്ടികളല്ലേ. ഓക്കെ, ഇനി ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒന്നും ഈ ഒരു ആൻസർ ഷീറ്റിൽ എഴുതാനില്ല. ബിക്കോസ് നമുക്കറിയാം ഇത് പേപ്പർ 4 ആണെന്നും CA ഫൗണ്ടേഷൻ എക്സാമിൻ്റേതാണെന്നും നമുക്ക് ഓൾറെഡി അതിൽ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പേപ്പർ 3 ആണെങ്കിൽ ഇവിടെ പേപ്പർ 3 എന്നുണ്ടാകും. സോ വേറെ ഒന്നും ഫില്ല് ചെയ്യാനില്ല. ഇത്രയുമാണ് നമുക്ക് മെയിനായിട്ട് ഇൻഫർമേഷൻസ് ഫില്ല് ചെയ്യാറുള്ളത്.
ഇനി എക്സാം ഹാളിൽ പോയി നിന്ന് ഈ ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കി മനസ്സിലാക്കാനുള്ള സമയം കളയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ബിക്കോസ് നമ്മളത് ഇപ്പോൾ തന്നെ വായിക്കും, അത്രയേ ഉള്ളൂ. സോ നമുക്കറിയാം അപ്രോപ്രിയേറ്റ് സർക്കിൾസ് ഫില്ല് ചെയ്യാൻ നമ്മൾ HB പെൻസിൽ യൂസ് ചെയ്യും. അടുത്ത് എന്താ എഴുതിയിരിക്കുന്നത്? റൈറ്റ് ആൻഡ് ഡാർക്ക് ഇൻ കറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് നമ്പർ. ഈ പറയുന്ന ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. അത് എവിടെ നിന്ന് എടുക്കണം? ആസ് പ്രിന്റഡ് ഓൺ യുവർ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് വിച്ച് വിൽ ബി ടേക്കൺ ആസ് ഫൈനൽ ഫോർ ഇവാലുവേഷൻസ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിലെ നമ്പർ എടുത്ത് ഈ തന്നിരിക്കുന്ന സ്പേസിൽ എഴുതുന്ന സമയത്ത് ഈ 7 മാറി 8 ആയി പോയാലോ പണി കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. അത് തന്നെ വേണം നിങ്ങളിവിടെ എഴുതാൻ വേണ്ടി. ഇനി എന്താ? ഇൻ കേസ് എനി കാൻഡിഡേറ്റ് ഫിൽ ദിസ് ഇൻഫർമേഷൻ റോങ്ലി, ഇൻസ്റ്റിറ്റ്യൂട്ട് വിൽ നോട്ട് ടേക്ക് എനി റെസ്പോൺസിബിലിറ്റി. എനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല, നിങ്ങളുടെ കുഴപ്പമാണെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. സോ ബി വെയർ. ആ ഏരിയ നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട്, ആക്ച്വലി എല്ലാ ഏരിയ റോൾ നമ്പർ തെറ്റിപ്പോയാലും പോയില്ലേ, സോ എല്ലാ ഏരിയയും നല്ല കോൺഷ്യസ് ആയിട്ട് തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് നമ്പർ നിങ്ങൾക്ക് മോക്ക് എക്സാം എഴുതുമ്പോൾ ഫില്ല് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് തക്കാലം നിങ്ങൾ 1 2 3 തന്നെ എഴുതിക്കുക, അവിടെ നിന്ന് കിട്ടുമ്പോഴല്ലേ അത് അറിയത്തുള്ളൂ. ഓക്കെ. ഇനി പ്ലീസ് ഡാർക്കൻ ദ കംപ്ലീറ്റ് സർക്കിൾ. സർക്കിൾസ് ഫുള്ള് നിങ്ങൾ ഡാർക്കൻ ചെയ്യണം. പിന്നെ നടുക്കൊരു സ്പേസും സൈഡിലൊരു സ്പേസും ഒന്നും കിടക്കരുത്. ഇഫ് യു വാണ്ട് ടു ചേഞ്ച് യുവർ ആൻസർ, erase already darkened circle completely and make a fresh mark. എന്താ ഒരു ഉദ്ദേശിച്ചത്? നിങ്ങളിപ്പോൾ ഇത് ഒരു ആൻസർ കംപ്ലീറ്റ്ലി എഴുതിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തു, അത് മാറ്റി നിങ്ങൾക്ക് ഇത് B ആക്കണം എന്നുണ്ടെങ്കിൽ ഈ എയുടെ പകുതി മാത്രം മായിച്ചിട്ട് ബിയും കൂടെ അങ്ങ് സർക്കിൾ ചെയ്ത് ഇട്ടാൽ മതിയോ? പറ്റില്ല. എന്ത് ചെയ്യണം? എ കംപ്ലീറ്റ്ലി ഇറേസ് ചെയ്യുക, ബി നിങ്ങൾ ഫുള്ളായിട്ട് മാർക്ക് ചെയ്യുക. സോ ആ ഇറേസിങ് ആണെങ്കിലും വൃത്തിയായിട്ട് തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി പ്ലീസ് ഡു നോട്ട് മേക്ക് എനി സ്ട്രേ മാർക്സ് ഓൺ ദ ആൻസർ ഷീറ്റ്. ഓമും ഹരിശ്രീയും അങ്ങനെ ഇങ്ങനെ കുറേ മാർക്സും കുരിശും ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ മനസ്സിൽ. അത് നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി, പേപ്പറേ വേണ്ട. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത്, റഫ് വർക്ക് മസ്റ്റ് നോട്ട് ബി ഡൺ ഓൺ ദ ആൻസർ ഷീറ്റ്. ഈ ആൻസർ ഷീറ്റിൽ ഇനി എവിടെ കൊണ്ട് റഫ് വർക്ക് ചെയ്യാനാ അല്ലേ? അതിനുള്ള സ്പേസ് അതിലില്ല. അതൊക്കെ നിങ്ങളുടെ റഫ് പേപ്പറിലും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിലുള്ള സ്പേസും ഒക്കെ ഉണ്ടാകും. അവിടെയൊക്കെ ആയിട്ട് ലിമിറ്റ് ചെയ്യുക. ഇതിലേക്ക് അഡീഷൻസും സബ്സ്ട്രാക്ഷൻസും മാർക്കിങ്ങും കുത്തും കോമയും ഒന്നും വേണ്ട. ഈ പറഞ്ഞ സാധനങ്ങൾ മാത്രം മതി. ബിക്കോസ് ഇത് എന്താ, ഇത് മെഷീൻ റീഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജിലുള്ളത് അല്ലേ? നിങ്ങൾ അറിയാതെ പോലും മേക്ക് ചെയ്യുന്ന മാർക്സുകളൊക്കെ അവിടെ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യും. സോ അതൊന്നും നമുക്ക് വേണ്ട. അടുത്തത് എന്താ? മാർക്ക് യുവർ ആൻസർ ഓൺലി ഇൻ ദ അപ്രോപ്രിയേറ്റ് സ്പേസ് എഗെയിൻസ്റ്റ് ദ നമ്പർ കറസ്പോണ്ടിങ് ടു ദ ക്വസ്റ്റ്യൻ. ഓരോരോ ക്വസ്റ്റ്യനും നോക്കിയിട്ട് കറക്റ്റായിട്ട് അതിന് നേരെ തന്നെ നിങ്ങളുടെ ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ആ മാർക്ക് ചെയ്യുന്ന രീതി അവർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇൻറ്റുവോ ടിക്കോ ചെറിയ സർക്കിളോ വലിയ സർക്കിളിൽ നടുക്ക് സ്പേസ് ഇട്ടോ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെ തന്നെ വേണം? ഒരു സർക്കിളിനെ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സ് ഇവിടെ വരുമ്പോഴത്തേക്ക് മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. പിന്നെ നിങ്ങളുടെ ഒരു ഒപ്പിടണം. അത് പെൻസിൽ കൊണ്ടല്ല, വിത്ത് പെൻ. ക്ലിയർ ആയിട്ട് വേണം നിങ്ങളിവിടെ നിങ്ങളുടെ ഒപ്പ് ഇടാൻ വേണ്ടി. ഇവിടെയോ ഇൻവിജിലേറ്ററിൻ്റെ ഒപ്പാണ്, അത് പുള്ളി ഇട്ടോളും. ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ് സ്പേസ്. ഇനി എന്താ? ICAയുടെ സ്റ്റാമ്പ്, അതും അവിടെ വന്നോളും. നിങ്ങളതൊന്നും അറിയേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് നോക്കി ഇവിടെ ആൻസേഴ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ റോൾ നമ്പർ ആൻഡ് മീഡിയം, ബുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ്, സീരീസ് നമ്പർ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പ്രിൻ്റ് എടുക്കാൻ റെഡി അല്ലേ? ഇന്ന് തന്നെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു എനിക്ക് 3-4-5 പ്രിൻ്റ് വേണം. ഞാൻ കുറേ മോക്കൊക്കെ എഴുതിയിട്ട് എന്താണെങ്കിലും എക്സാം എഴുതത്തുള്ളൂ അല്ലേ? അപ്പോൾ അതിന് വേണ്ടി റെഡി ആകുക. പേപ്പർ 3-ക്കും 4-നും ഇതായിരിക്കും വരിക. ഇനി പേപ്പർ 1 and 2, ആ പേപ്പറിൻ്റെ പ്രത്യേകത എന്താ? ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ് അല്ലേ? സോ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്ക് IC ആക്ച്വലി സ്പെസിമെൻ തന്നിരിക്കുന്നത് ഈ ഒരു മോഡലിലാണ്. ഇത് ശരിക്കും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഈ ഒരു മോഡലായിരിക്കും നിങ്ങൾ അക്കൗണ്ട്സ് ആൻഡ് ലോയുടെ ഫസ്റ്റ് പേപ്പർ നിങ്ങൾക്ക് ഒരു ബുക്ക്ലെറ്റ് ആയിട്ടാണ് കിട്ടുക അല്ല. അതിനകത്തൊരു ഫിക്സഡ് നമ്പർ ഓഫ് പേപ്പേഴ്സ് ഉണ്ടാകും. ദെൻ ആ ബുക്ക്ലെറ്റിൻ്റെ ഫസ്റ്റ് പേജ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇതിൽ നിങ്ങൾ എന്തൊക്കെ ഇൻഫർമേഷൻസ് ഫില്ല് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കണ്ടു. പേപ്പർ 3 and 4 ഫൗണ്ടേഷൻ എന്നുള്ളതും പേപ്പർ 3 എന്നുള്ളതൊക്കെ ഓൾറെഡി അത് പ്രിൻ്റ് വന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ അങ്ങനെയല്ല, നിങ്ങൾ എഴുതി കൊടുക്കേണ്ടി വരും. സോ നോക്കി, നിങ്ങൾ ഇവിടെ നിങ്ങളുടെ റോൾ നമ്പർ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ 1 2 3 4 5 and 6 എഴുതി കൊടുക്കണം. ഇനി അതെന്ത് ചെയ്യണം? കറക്റ്റായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യണം. 0 ആണ് കേട്ടോ ആദ്യം, 1 അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾ വരുത്താനുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ. സോ അതൊഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ശീലമാക്കാൻ പറയുന്നത്. സോ എന്ത് ചെയ്യുക? നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ റോൾ നമ്പർ മാർക്ക് ചെയ്യുക. ഇത് ഞാൻ ഇവിടെ തെറ്റിച്ചു. എനിക്കിങ്ങനെ റബ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതിന് പ്രശ്നം ഉണ്ടായിരിക്കും. ഇനി എന്ത് ചെയ്യുക? ഇവിടെ നിങ്ങൾ നോക്കിയേ, ബ്ലാക്ക് ഓർ ബ്ലൂ പെൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് പെൻ കൊണ്ടാണെങ്കിലും ഇത് മാർക്ക് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ OMR ഷീറ്റിൽ നമ്മളുടെ പേപ്പർ 3 and 4 ആൻസേഴ്സ് മാർക്ക് ചെയ്യുമ്പോൾ അത് HB പെൻസിൽ തന്നെയാണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. രണ്ടും കൂടെ കൺഫ്യൂസ് ആവരുത്.
ഇനി ഇവിടെ റോൾ നമ്പർ നിങ്ങൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? നിങ്ങൾക്ക് ഇതുപോലെ 1 2 3 എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ റോൾ നമ്പർ എഴുതി പോകാം. 4 and 5 എന്നുള്ള 4 5 6 എന്നുള്ള രീതിയിൽ എഴുതാം. ഇനി അങ്ങനെയല്ല 1,23,456 എന്ന് എഴുതുന്നവരും ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ പേരിലൊന്നും നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പോകുന്നില്ല. സോ ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻറ്റ് ആ രീതിയിൽ എഴുതുക. എനിക്ക് തോന്നുന്നു ഈ 1 2 3 4 എന്ന് എഴുതുന്നതായിരിക്കും ഇച്ചിരിയും കൂടെ ഈസി. ഇനി ഇവിടെ അടുത്ത സ്പേസ് എന്താ? സ്പേസ് ഫോർ അഫിക്സിങ് റോൾ നമ്പർ സ്റ്റിക്കർ. അപ്പോൾ നിങ്ങളുടെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഇൻവിജിലേറ്ററിൻ്റെ കയ്യിൽ നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു ഷീറ്റ് ഉണ്ടാകും. ആ ഷീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്കൊരു ബാർകോഡ് ഉണ്ടാകും. അവരത് പറിച്ച് ഇവിടെ ഒട്ടിച്ചോളും. അത് അവരുടെ പണിയാണ്, അവരത് ചെയ്തോളും. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ് കോളം. അടുത്തത് വരുന്നത് നിങ്ങളുടെ സിഗ്നേച്ചർ. നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങൾ ഇടുക. സിഗ്നേച്ചർ ഒന്ന് മാറ്റി മറിച്ച് വിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് കേട്ടോ. ഒരേ സിഗ്നേച്ചർ തന്നെ ഇപ്പം അത് ഫിക്സ് ആകാനുള്ള ടൈം ആയി അല്ലേ? നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇടാൻ തുടങ്ങിയില്ലേ? അപ്പം നമ്മുടെ സിഗ്നേച്ചർ അങ്ങ് ഫിക്സ് ചെയ്യുക. ആ സിഗ്നേച്ചർ തന്നെ ഫുള്ള് യൂസ് ചെയ്യുക. ഇൻവിജിലേറ്റർ ഈ സ്പേസിൽ സിഗ്നേച്ചർ ഇട്ടോളും. ഇൻ കേസ് അവർ ഇടാനെങ്ങാനും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് അത് ഇടിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. സോ അതവർ ഇടുന്നുണ്ടോ നോക്കിയാൽ മതി, നിങ്ങൾ ഇട്ട് സഹായിക്കാനൊന്നും നിൽക്കേണ്ട. ഇനി ഈ സ്പേസിലേക്ക് വരുമ്പോൾ ആക്ച്വലി ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ ബുക്ക്ലെറ്റിൽ ഇവിടെ 28 പേജുള്ള ഒരു ബുക്ക്ലെറ്റാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഇൻ്റർമീഡിയറ്റ് ലെവലിലൊരു സ്പെസിമെൻ ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഫൗണ്ടേഷൻ ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഗ്രൂപ്പ് നമ്പറും പേപ്പർ നമ്പറും അവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ. പേപ്പർ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഗ്രൂപ്പ് നമ്പർ ഉണ്ടാവില്ല. സോ അവിടെ പേപ്പറിൽ നിങ്ങൾ പേപ്പർ 1 ആണോ 2 ആണോ എന്നുള്ളത് മാർക്ക് ചെയ്യുക. എക്സാമിനേഷന് മുമ്പ് ഫൗണ്ടേഷൻ CA ഫൗണ്ടേഷൻ എന്നുള്ള സംഭവം കൂടി ഇവിടെ നിന്ന് ആഡ് ചെയ്ത് എഴുതി വെക്കണം. CA ഫൗണ്ടേഷൻ എക്സാമിനേഷൻ ആണ്, പേപ്പർ 1 അല്ലെങ്കിൽ പേപ്പർ 2 ഏതാണോ എന്നുള്ളത് കൊടുക്കാം. ഇനി നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ പേര് അല്ലെ, നിങ്ങൾ ലോയുടെ പേപ്പറാണ് എഴുതുന്നുണ്ടെങ്കിൽ ബിസിനസ് ലോ, അതവിടെ ക്ലിയർ ആയിട്ട് എഴുതി കൊടുക്കാം. ഇനി ഈ തന്നിരിക്കുന്ന ബുക്ക്ലെറ്റ് കൂടാതെ അഡീഷണൽ ഷീറ്റുകൾ നിങ്ങൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മേ ബി ഒരു 4 ഷീറ്റൊക്കെ ആയിരിക്കും അഡീഷണൽ ഷീറ്റായിട്ട് നിങ്ങൾക്ക് വരുന്നത്. 4 പുറം 2 ഒന്നിച്ചുള്ള ഷീറ്റുകളൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. സോ അഡീഷണൽ ഷീറ്റിൻ്റെ നിങ്ങൾ ഈ ഷീറ്റിനോട് ചേർത്ത് പിൻ ചെയ്തായിരിക്കും കൊടുക്കുക. എത്ര നമ്പർ ഓഫ് അഡീഷണൽ ഷീറ്റ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്, 2 എങ്കിൽ 2, 1 എങ്കിൽ 1, 1 ഇല്ലെങ്കിൽ 0, അത് നിങ്ങളിവിടെ എഴുതി കൊടുക്കണം. എത്ര അഡീഷണൽ ഷീറ്റുകളുണ്ട്, അതായത് എത്ര ഷീറ്റ് നിങ്ങൾ എക്സ്ട്രാ വാങ്ങിച്ചു എന്നുള്ളത് എഴുതിയാൽ മതി. ഇനി ഇത് ICയുടെ പർപ്പസ് ആണ്, നമ്മൾ നോക്കേണ്ട. ബാർകോഡ് ICക്കുള്ളതാണ്, നമ്മൾ നോക്കണ്ട. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഭവം എന്താ? ഇവിടെ നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. നമുക്കറിയാം എല്ലാ ക്വസ്റ്റ്യൻസും മാൻഡേറ്ററി അല്ല അല്ലേ? നിങ്ങൾ തന്നിട്ടുള്ളതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്തതെന്നുള്ളത് ഇവിടെ ടിക്കിട്ട് കൊടുക്കുക. ഇനി ഇതിങ്ങോട്ട് വല്ലതും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നോക്കിയത് മാർക്സ് അവാർഡഡ് ആണ്. എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ടെൻഷൻ ആയിരിക്കും. എക്സാം മൊത്തം എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ധൃതി പിടിച്ച് വരുമ്പോഴത്തേക്ക് 1ന്റെ A ആണോ B ആണോ C ആണോ ചെയ്തെന്നൊക്കെ ഇവിടെ മാർക്ക് ചെയ്യാനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. അതൊക്കെ സംഭവിക്കുന്നതാണ്. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ എഴുതേണ്ടത് എന്താ? കാൻഡിഡേറ്റ് ഇവിടെ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്തതെന്ന് ടിക്ക് ഇട്ടാൽ മാത്രം മതി. അതേ ഉള്ളൂ നിങ്ങളുടെ പണി. ഇവിടെ ഓരോന്നിനും എത്ര മാർക്സ് വന്നു എന്നുള്ളത് എക്സാം വാല്യൂ ചെയ്യുന്ന വാല്യൂ ഇടാനുള്ള സ്പേസ് ആണിത്. സോ ഈ ഒരു സ്പേസിൽ നിങ്ങൾ തൊടാനേ പോകേണ്ടത് നിങ്ങൾക്കുള്ളതല്ല. ഓക്കെ, നിങ്ങൾ അവിടെ വരയും കുറുക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ മാർക്സ് ഇടുന്ന സമയത്ത് കൺഫ്യൂഷൻസ് ഉണ്ടാകും. സോ അതൊരിക്കലും ചെയ്യരുത്. അതുപോലെ തന്നെ ഇവിടുത്തെ മാർക്സും കാര്യങ്ങളും ഇത് മാർക്കുള്ളതാ. എക്സാമിൻ വാല്യുവേഷൻസ് കഴിഞ്ഞിട്ട് മാർക്സ് ഇടാനും അവർക്ക് ബബിൾ ചെയ്യാനും ഒക്കെയുള്ള ഏരിയാസ് ആണത്, നിങ്ങളുടെ ഏരിയ അല്ല. മനസ്സിലായോ? സോ ഇത്രയും ആയിരിക്കും നിങ്ങൾ ഇതിൽ ഫില്ല് ചെയ്യേണ്ടി വരിക. ഇത് നോക്കിയേ, ഇവിടെ സിഗ്നേച്ചറും മാർക്സും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെയാണോ? ഇതൊന്നും നിങ്ങളുടെ സ്പേസ് അല്ല. നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഇത്രയും ഏരിയ ആണ്, വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി അല്ലേ? സോ ഈ ഒരു ഏരിയ ഫില്ല് ചെയ്ത് ശീലിക്കുക. ഇനി എക്സാം ഹാളിൽ കയറുന്ന സമയത്താണ് നിങ്ങൾ ആദ്യമായിട്ട് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത പ്രശ്നം വരുന്നത്, ഇൻസ്ട്രക്ഷൻസ് ടു കാൻഡിഡേറ്റ്സ് ഉണ്ട്, ഇത് വായിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ, എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ, ഞാൻ വായിച്ചില്ലല്ലോ, ഒന്ന് വായിച്ചേക്കാം എന്നൊക്കെ ചിലപ്പോൾ തോന്നാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ വായിക്കണം, ഉറപ്പായിട്ടും വായിക്കണം. പക്ഷേ ഇത് എക്സാം ഹാളിൽ ഇരുന്നല്ല വായിക്കേണ്ടത്, നേരത്തെ തന്നെ വായിച്ചു വെക്കേണ്ടതാണ്. നമുക്കിപ്പോൾ ഒന്നിച്ച് വായിക്കാം. ഓക്കെ, അതിൽ ഇൻസ്ട്രക്ഷൻ നമ്പർ 1 എന്താ കിടക്കുന്നത്? ഈ 1ലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഇത് നോക്കുക. എന്താ? ആൻസേഴ്സ് ആർ നോട്ട് ടു ബി റിട്ടൺ ഓൺ ദിസ് പേജ്. ഈ പേജിൽ തന്നെ അടിയിൽ ചിലപ്പോൾ സ്പേസ് ഒക്കെ ഉണ്ടാകും, അവിടെ തന്നെ നിങ്ങൾ പോയി എഴുതി തുടങ്ങരുത്. നെക്സ്റ്റ് പേജിൽ വരയിക്കിട്ട് വൃത്തിയായിട്ടുണ്ട്, അവിടെ തൊട്ടേ ആൻസർ തുടങ്ങാവുള്ളൂ. ഫസ്റ്റ് തിങ്. ഇനി ശരിക്കുമുള്ള ഫസ്റ്റ് തിങ് എന്താ? നോക്കിയേ, വായിച്ചു നോക്കിയേ. Roll number should be written in figures and words in the allotted space at the right hand corner of the cover sheet only and nowhere else including additional sheet books and graph paper. നിങ്ങൾക്ക് ഈ ബുക്കിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു ഗ്രാഫ് പേപ്പർ ഒക്കെ ഉണ്ടായിരിക്കും, അവിടെയോ നിങ്ങൾ അഡീഷണൽ ഷീറ്റ് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നും. പണ്ടൊക്കെ അഡീഷണൽ ഷീറ്റ് വാങ്ങിക്കുമ്പോൾ അതിലും കൂടെ പേര് എഴുതിയേക്കാം അല്ലേ? എങ്ങാനും അഡീഷണൽ ഷീറ്റ് മിസ്സായാൽ മിസ്സിന് മനസ്സിലായിക്കോട്ടെ എൻ്റേതാണെന്ന്. ആ ഒരു പരിപാടി ഇവിടെ വേണോ? വേണ്ട, ഒരിക്കലും ചെയ്യരുത്. വാല്യൂ ചെയ്യുന്ന ആൾക്ക് നിങ്ങൾ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനോ നിങ്ങളുടെ റിലീജിയൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനോ
പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനങ്ങളും നിങ്ങളുടെ ആൻസർ ഷീറ്റിലോ അഡീഷണൽ ഷീറ്റിലോ ഉണ്ടാവാൻ പാടില്ല. ബിക്കോസ് അതെല്ലാം അൺഫെയർ പ്രാക്ടീസസ് ആണ്. മനസ്സിലായോ? സോ നിങ്ങളുടെ റോൾ നമ്പർ എവിടെ മാത്രം എഴുതുക? ഈ ഒരു റൈറ്റ് ഹാൻഡ് അപ്പർ കോർണറിൽ ഈ ഒരു സ്പേസിൽ മാത്രം നിങ്ങളുടെ റോൾ നമ്പർ എഴുതുക. ഇനി രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? റോൾ നമ്പർ ഷുഡ് ബി റിട്ടേൺ ഇൻ ദ ബോക്സ് ഇൻ നമ്പേഴ്സ് ആൻഡ് ഡാർക്കൻ ദ അപ്രോപ്രിയേറ്റ് സർക്കിൾ. നമ്പറിൽ എഴുതുകയും വേണം, അപ്രോപ്രിയേറ്റ് സർക്കിൾ ഡാർക്കൻ ചെയ്യുകയും വേണം. തൊട്ട് മുമ്പേ പറഞ്ഞ എന്താ? നമ്മൾ ആ ഫിഗേഴ്സിൽ എഴുതുന്ന കാര്യമാണ് അല്ലേ, വേർഡ്സിൽ എഴുതുന്ന കാര്യം. ഫിഗറിലും വേർഡ്സിലും എഴുതുക എന്നാണ്. ഇത് നമ്മൾ എന്താ പറയുക? നമ്പറിലും എഴുതണം, അത് ഡാർക്കനും ചെയ്യണം. സോ 3 രീതിയിലാണ് നിങ്ങൾ റോൾ നമ്പർ എഴുതുക. നിങ്ങളത് വേർഡ്സിൽ എഴുതുന്നുണ്ട്, നമ്പറായിട്ട് എഴുതുന്നുണ്ട്, നിങ്ങൾ ആ സർക്കിൾസ് മാർക്കും ചെയ്യുന്നുണ്ട്. ആ കാര്യം ഓർക്കുക. ഇനി അതെങ്ങനെ ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ പെൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഫിൽ പർട്ടിക്കുലേഴ്സ് ആസ് സച്ച് ആസ് എക്സാമിനേഷൻ, CA ഫൗണ്ടേഷൻ എന്നുള്ളതും ഗ്രൂപ്പ് നമ്പർ നിങ്ങൾക്കത് റെലവൻ്റ് ആവത്തില്ല. അതുപോലെ പേപ്പർ നമ്പർ, പേപ്പർ 1 ആണോ 2 ആണോ എന്നുള്ളതും സബ്ജക്റ്റ് ഏതാണെന്നുള്ളതും അതായത് അപ്രോപ്രിയേറ്റ് പ്ലേസിൽ എഴുതണം. നമ്മൾ എഴുതിയല്ലോ മേളിൽ, അതുപോലെ തന്നെ. ഇനി റിമൂവ് ദ ബാർകോഡ് സ്റ്റിക്കർ. നമ്മൾ ഈ പറഞ്ഞല്ലേ ഇവിടെ ഒരു ബാർകോഡ് ഒട്ടിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടെന്നുള്ളത് അല്ലെ. നിങ്ങൾ അറ്റൻഡൻസ് ഷീറ്റിൽ ഒപ്പിടുന്നതിന് കൂടെ ഒരു ബാർകോഡ് ഉണ്ടാകും. അത് ഇൻവിജിലേറ്റർ ആണ് യൂഷ്വലി എന്ത് ചെയ്യുന്നുണ്ടാവുക, അവിടെ നിന്ന് റിമൂവ് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ഒട്ടിച്ച് തരുന്നുണ്ടാവുക. ഇനി അവർ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നിങ്ങളത് ചെയ്യേണ്ടി വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഞാൻ എക്സാം എഴുതിയിട്ട് ഇതുവരെ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഇനി അവിടെ സ്റ്റിക്കർ വരണം, അവരൊട്ടിച്ചാലും നിങ്ങളൊട്ടിച്ചാലും. ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇനി അടുത്തത്, സിൻസ് ദ മെഷീൻ വിൽ റീഡ് റോൾ നമ്പർ പ്ലീസ് ചെക്ക് ആൻഡ് എൻഷുർ ദ റോൾ നമ്പർ റിട്ടേൺ ഇൻ നമ്പർ, വേർഡ് ആൻഡ് സർക്കിൾ. ഇപ്പോൾ റോൾ നമ്പർ നമ്മൾ നമ്പറിൽ എഴുതിയിട്ടുള്ളതും വേർഡ്സിൽ എഴുതിയിട്ടുള്ളതും സർക്കിൾ ചെയ്തിട്ടുള്ളതും കറക്റ്റ് ആണെന്ന് ഉറപ്പിക്കുക. ബിക്കോസ് അത് മെഷീനാണ് റീഡ് ചെയ്യുന്നത്. ഇൻ കേസ് എനി കാൻഡിഡേറ്റ് ഫിൽ ദിസ് ഇൻഫർമേഷൻ റോങ്ലി, ആരെങ്കിലും ഇത് റോങ് ആയിട്ട് ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കുറ്റമില്ല. അല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് വിൽ സേ ഐ എം നോട്ട് റെസ്പോൺസിബിൾ. അത്രയേ ഉള്ളൂ. ഇനി ദ ആൻസർ ഷുഡ് ബി റിട്ടൺ നീറ്റ്ലി ആൻഡ് ലെജിബിളി. വൃത്തിയായിട്ട് എഴുതണം, മാത്രമല്ല വായിക്കാൻ പറ്റുന്ന പോലെ ലെജിബിൾ ആയിട്ടും എഴുതുക. അത്ര മോശം ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ ഇച്ചിരി വലുപ്പം കൂട്ടിയൊക്കെ എഴുതി കഴിഞ്ഞാൽ ലെജിബിൾ ആയിക്കോളും. അത്ര ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എഴുതുന്നത് വൃത്തിയായിട്ട് എഴുതുക, വെട്ടിക്കുത്തി നശിപ്പിക്കാതെ. ഓൾസോ ലെജിബിളി വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ ഫുൾ മോക്കൊക്കെ ടൈം ബൗണ്ട് ആയിട്ട് 3 hours 2 hours ഒക്കെ വെച്ച് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതൊന്ന് വീട്ടിൽ ആരെങ്കിലും ഒന്ന് കൊടുത്തിട്ട് ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അവരോട് കൂടെ ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. ഇനി the answer to each question must be commenced on a fresh page. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതായത് നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഇവിടെ തൊട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ, ഇങ്ങനെ ലൈൻ ഉണ്ടാകും, മാർജിൻ ഉണ്ടാകും അതിനകത്ത്, ദെൻ ഇങ്ങനെ കണ്ടിന്യൂസ് ലൈൻസും ഉണ്ടാകും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി. സോ നിങ്ങൾ question 3 ആണ് ആദ്യം തുടങ്ങുന്നതെന്ന് വിചാരിച്ചോ, അത് ഉറപ്പായിട്ടും ഒരു ഫ്രഷ് പേജിൽ തന്നെ തുടങ്ങണം. അതായത് നിങ്ങളിവിടെ question 3 ആണ് ആദ്യം എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ question 3 എന്നുള്ളത് ഇവിടെ ആദ്യം എഴുതുന്നു. ഇനി question 3 എഴുതി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ക്വസ്റ്റ്യൻ നമ്പർ പ്രൊമിനൻ്റ്ലി റിട്ടൺ അറ്റ് ദ ടോപ്പ് ഓഫ് ഈച്ച് ആൻസർ. മേളിൽ വേണം നമ്മൾ ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടി. ക്വസ്റ്റ്യൻ നമ്പർ എന്താണെന്ന് ഓൾട്ടർനേറ്റീവ്ലി വേറെ എവിടെ എഴുതാനുള്ള ഓപ്ഷനും ഉണ്ട്. ഷുഡ് ബി ഡിസ്റ്റിങ്ക്ലി റിട്ടൺ ഇൻ ദ മാർജിൻ. ഒന്നെങ്കിൽ ടോപ്പിൽ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലുള്ള മാർജിൻ സ്പേസിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ നമ്പർ എഴുതാം. ഇനി അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദ ആൻസർ ടു ഈച്ച് ക്വസ്റ്റ്യൻ ഇൻ ഓൾ പാർട്സ്. അതെന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ക്വസ്റ്റ്യൻ്റെ കൂടെ എയും ബിയും സിയും ഡിയും എന്നൊക്കെ പറഞ്ഞിട്ട് പല സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് അല്ലേ. ആ പാർട്ടുകളെല്ലാം ഷുഡ് ബി fully completed in one page or in a consecutive sets of pages before the next question is taken up. അതെന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളിവിടെ question 3 എടുത്തു, ഇതിൻ്റെ എ പാർട്ട് എഴുതിയെന്ന് വിചാരിച്ചോ. ഇതിൻ്റെ എ പാർട്ട് എടുക്കുന്നു, നെക്സ്റ്റ് ഷീറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ എ എഴുതി തീർന്നിട്ടില്ല. സോ നിങ്ങൾ കുറച്ചും കൂടി എഴുതുന്നുണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങൾ ഇങ്ങോട്ടും കൂടെ ഇത്രയും നിങ്ങൾ ആൻസർ എഴുതിയപ്പോഴാണ് നിങ്ങൾ 3A തീർന്നത്. 3യുടെ ബി അല്ലെങ്കിൽ 3യുടെ സി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്തതായിട്ട് ഇവിടെ തൊട്ട് എഴുതാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി 3യുടെ സി നിങ്ങൾ എഴുതുമ്പോഴോ, 3യുടെ സി നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിയായിട്ട് ഇവിടെ എഴുതി പോകാം. ഇനി നിങ്ങൾക്ക് 3യുടെ ഡി അറിയില്ല, നിങ്ങൾ 2 ആണ് ആൻസർ എഴുതാൻ പോകുന്നത്. നിങ്ങൾ എവിടെ എഴുതും? ഇതിൻ്റെ താഴെ question 2 എന്നെഴുതിയിട്ട് എ പാർട്ട് എഴുതി പിന്നെ ആൻസർ എഴുതി പോവോ? പാടില്ല. ബിക്കോസ് അതാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത്, ഫ്രഷ് ക്വസ്റ്റ്യൻ എപ്പോഴും പുതിയ പേജിൽ സ്റ്റാർട്ട് ചെയ്യുക. സോ ഈ പേജിൻ്റെ ബാക്കിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. പുതിയ പേജ് എടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി, question 2 എന്ന് എഴുതാൻ വേണ്ടി. സോ ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞ കാര്യങ്ങളല്ല, അത് ഓരോരുത്തരും മാറ്റി മാറ്റി പറയുന്ന കാര്യങ്ങളൊന്നും അല്ലാന്ന് മനസ്സിലായില്ലേ. ഇനി question 2 എടുത്തു, അതിൻ്റെ എ പാർട്ട് എടുത്തു, അതിൻ്റെ ബി പാർട്ട് എടുത്തു, ഇതിങ്ങനെ പോവാം.
ഇതിൻ്റെ എയും ബിയും എഴുതി കഴിഞ്ഞിട്ട് ചെറിയ ആൻസേഴ്സ് ആയിരുന്നേ, അതുകൊണ്ട് അത്രയും സ്പേസ് എടുത്തുള്ളൂ. അപ്പോൾ ചെറിയ ആൻസേഴ്സ് ആണ് നിങ്ങൾ എഴുതിയിട്ട് വിചാരിച്ചോ. ഇനി നിങ്ങൾക്ക് 3യുടെ ഡി നിങ്ങൾ എഴുതിയിട്ടില്ലല്ലോ അല്ലേ? ഇതിൻ്റെ താഴെ പോയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ 3 അതിൻ്റെ ഡി എന്നെഴുതി ഇതിൻ്റെ ആൻസർ എഴുതാൻ പാടുണ്ടോ? ഈ ഒരു ഷീറ്റിൽ തന്നെ ബാക്കിയായിട്ട് പുതിയൊരു ഷീറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ 3യുടെ ഡി എഴുതാൻ പാടുണ്ടോ? പാടില്ല. അതെന്താ ഉദ്ദേശിക്കുന്നത്? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊരു ഫ്രഷ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ പാർട്സ് ഓഫ് ദാറ്റ് ക്വസ്റ്റ്യൻ 3 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പിക്ക് ചെയ്താൽ 3യുടെ എ ബി സി ഡി അത് അങ്ങോട്ടും ഇങ്ങോട്ടോ ഷഫിൾ ചെയ്തോ ബി ആദ്യമോ സി ആദ്യമോ ഒക്കെ എഴുതുന്നതിന് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ എ ബി സി ഡി സബ് പാർട്സ് മൊത്തം ഫുള്ളി കംപ്ലീറ്റഡ് ആ ഒരു പേജിൽ അല്ലെങ്കിൽ കൺസിക്യൂട്ടീവ് സെറ്റ്സ് ഓഫ് പേജിൽ ആ 3 എവിടെ സ്റ്റാർട്ട് ചെയ്തോ അത് കഴിഞ്ഞിട്ട് വരുന്ന പേജസിൽ നിങ്ങൾ അതിൻ്റെ എല്ലാ പാർട്ടും എഴുതിയിട്ടുണ്ടാവണം. എ പാർട്ട് ഇവിടെ, ബി പാർട്ട് ഇവിടെ, സി ഇവിടെ, ഡി ഇവിടെ, ഇങ്ങനെ എഴുതി തീർക്കണം. ഇനി നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ പിക്ക് ചെയ്ത് കഴിഞ്ഞാലോ ക്വസ്റ്റ്യൻ 4 ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ 4ൻ്റെ പാർട്ടുകൾ ഇതിൻ്റെ കൂടെ തന്നെ എ ബി സി ഡി ഇവിടെ തന്നെ എഴുതി തീർക്കണം. അല്ലാതെ ക്വസ്റ്റ്യൻ 4 കഴിഞ്ഞിട്ട് പിന്നെ 3യുടെ ബി, അത് കഴിഞ്ഞിട്ട് പിന്നെ 2ൻ്റെ എ, അത് കഴിഞ്ഞിട്ട് 5ൻ്റെ സി, ഇങ്ങനെ പറഞ്ഞ് ഷഫിൾ ചെയ്ത് പോകാൻ പാടുണ്ടോ? പാടില്ല. മെയിൻ ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്താൽ അതിൻ്റെ സബ് പാർട്ടുകൾ ഒന്നിച്ച് ആ ഒരു സെറ്റിൻ്റെ കൂടെ തന്നെ എഴുതി തീർക്കുക. ഒരു പേപ്പറിൽ നിന്നാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു സെറ്റിൻ്റെ കൂടെ തന്നെ കൺസിക്യൂട്ടീവ് പർപ്പസിൽ അല്ലെങ്കിൽ എഴുതി തീർക്കുക. 3യുടെ ഒരു പാർട്ട് എഴുതിയിട്ട് പിന്നെ 4ൻ്റെ ഒരു പാർട്ട് എഴുതാൻ പാടില്ല. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇത് തെറ്റിച്ച് നിങ്ങൾ എഴുതിയാൽ ചില കേസസിൽ നിങ്ങൾക്ക് മാർക്ക് വീഴുമായിരിക്കും. നിങ്ങൾ ഈ പറഞ്ഞ പോലെ RTI പ്രകാരമോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് ബെറ്റർ. അങ്ങനെ ചെയ്തിട്ട് നിങ്ങളിങ്ങനെ ഷഫിൾ ചെയ്ത് എഴുതിയിട്ട് അത് പേപ്പർ വാല്യൂഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ സബ് പാർട്സ് എല്ലാം തീർത്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാവുള്ളൂ. സോ ഒരു പാർട്ട് അറിയത്തില്ലെങ്കിലോ അതിനുള്ള സ്പേസ് വിട്ടിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ 4 തുടങ്ങിക്കോ. പിന്നെ ലാസ്റ്റ് സമയം കിട്ടുവാണെങ്കിൽ ആ സ്പേസിൽ ഫില്ല് ചെയ്താൽ മതി ഉണ്ടാകും. 3യുടെ ഡി വല്ലതും പെൻഡിങ് നിങ്ങൾക്ക് കിടപ്പുണ്ടെങ്കിൽ. ഐ ഹോപ്പ് നിങ്ങൾക്കത് മനസ്സിലായി എന്നുള്ള കാര്യം. അതുപോലെ ഓർക്കുക ഓരോ ക്വസ്റ്റ്യനും സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രഷ് പേജിൽ തന്നെ ആയിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ 3യുടെ ഡി വരെ എഴുതിയിട്ട് പിന്നെ 4ൻ്റെ എ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് താഴോട്ട് എഴുതണ്ട. ഒരു ലൈനേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഒറ്റ ലൈനല്ലേ ഉള്ളൂ. എന്നാൽ പിന്നെ ക്വസ്റ്റ്യൻ 5 എടുത്തങ്ങനെ തുടങ്ങിയാലോ? വേണ്ടെന്നേ, പേപ്പർ ഇഷ്ടം പോലെ അവർ തരും. നിങ്ങൾ എക്സാം വേക്ക് അടച്ചല്ലേ. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഫ്രഷ് പേജിൽ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മോക്ക് എക്സാംസ് എഴുതുമ്പോഴും ഈ ഒരു രീതി പ്രാക്ടീസ് ചെയ്യുക. അത് പേപ്പർ ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്നതല്ല, നിങ്ങൾ വാങ്ങിക്കുന്നതാണ്. എന്നാലും ഈ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്തോ മോക്ക് എഴുതി നോക്കുമ്പോഴും. ഇനി അടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ബോക്സ് ഒക്കെ ഇട്ട് വലിയതായിട്ടൊരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? റൈറ്റിംഗ് ഓഫ് റോൾ നമ്പർ ഇൻ പ്ലേസസ് അതർ ദാൻ സ്പേസ് പ്രൊവൈഡഡ്. ആ തന്നിരിക്കുന്ന സ്പേസിലല്ലാതെ വേറെ എവിടെയെങ്കിലും അഡീഷണൽ ഷീറ്റിലോ വേറെ ഈ നമ്മൾ ആൻസർ എഴുതുന്നതിൻ്റെ ഇടയ്ക്കോ എവിടെയെങ്കിലും നമ്മൾ റോൾ നമ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ, അത് മാത്രമല്ല നിങ്ങൾ ഷീറ്റിൽ എവിടെയെങ്കിലും ഓമോ ശ്രീയോ ജീസസ്നോ ഈ പറയുന്ന നമ്പേഴ്സോ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അൺഫെയർ മീൻസ് ആയിട്ട് പരിഗണിക്കും. എന്ന് വെച്ചാൽ എന്താ? നിങ്ങളുടെ റിലീജിയനോ നിങ്ങൾ ആരാണെന്നോ നിങ്ങൾ വാല്യൂ ചെയ്യുന്ന ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് തുല്യമാണല്ലേ അത്. അപ്പോൾ അതൊരു അൺഫെയർ പ്രാക്ടീസാണ്. അത് ചെയ്യാൻ പാടില്ല. സോ ഒരിക്കലും അത് ചെയ്യരുത്. അടുത്തത് ലാസ്റ്റ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്? ബിഫോർ സബ്മിഷൻ ഓഫ് ആൻസർ ബുക്ക് ടു ദ ഇൻവിജിലേറ്ററിന് മൊത്തം എഴുതിയിട്ട് കൊടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? സ്കോർ ഔട്ട് ബ്ലാങ്ക് പേജസ്. അപ്പോൾ മൊത്തം 28 പേജസ് ഉണ്ട്. അതിൽ 20 പേജസ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ മിച്ചമുള്ള പേപ്പർ നിങ്ങൾ ഒന്ന് വെട്ടിയിട്ടേക്കുക. വേറെ ആരും അതിനകത്തൊന്നും എഴുതി ചേർക്കാതിരിക്കാനെന്നൊക്കെ പറയുന്ന കേൾക്കാവല്ലേ. ബട്ട് ഡോൺ വെറി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. സമയം കിട്ടുവാണെങ്കിൽ ചെയ്യുക. ഇനി ഇതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തോക്കാനോ അതിൻ്റെ പേര് മാർക്ക് കുറയ്ക്കാനോ ഒന്നും പോകുന്നില്ല. ബട്ട് എന്താ, സമയം ഉണ്ടെങ്കിൽ അതങ്ങ് ചെയ്തേക്കാം. സമയം ഉണ്ടെങ്കിൽ മിച്ചമുള്ള ബ്ലാങ്ക് പേജസ് നിങ്ങൾ വെട്ടിക്കളയുക. ഇനി ഏതെങ്കിലും ഈ ഞാൻ പറഞ്ഞ പോലെ 3യുടെ ഡിയോ വല്ലതും പെൻഡിങ് ആണ്, നിങ്ങൾ സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ആ പേപ്പറും അങ്ങ് വെട്ടിക്കളഞ്ഞു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാതെ വേണമെങ്കിൽ താഴെ PTO പ്ലീസ് ടേൺ ഓവർ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന PTO വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. അപ്പോൾ ഉറപ്പായിട്ട് ആ പേജ് മറിക്കാതെ പോകത്തില്ല. ബ്ലാങ്ക് പേജ് കണ്ടപ്പോൾ അത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ച് വാല്യൂഷൻ നിർത്തി അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട. പ്ലീസ് ടേൺ ഓവർ എന്ന് എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് മറിച്ച് നോക്കുക തന്നെ ചെയ്യും. ഇതൊക്കെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഒഴിവാക്കാം. കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എൻ്റെ പേപ്പർ മൊത്തം നോക്കുന്നു ഉറപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. സോ ദീസ് ആർ ദ ഇൻസ്ട്രക്ഷൻസ് വിച്ച് യു നീഡ് ടു ബി കെയർഫുൾ വൈൽ ഫില്ലിങ് യുവർ ഫസ്റ്റ് ഷീറ്റ് ഓഫ് ആൻസർ ഷീറ്റ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ നേരത്തെ തന്നെ ചെയ്ത് ശീലിക്കേണ്ട കാര്യങ്ങളുമാണ്. ബിക്കോസ് എക്സാം ഹാളിൽ നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നത് വളരെ ട്രിക്കി ആയിട്ടുള്ള പല ഗെയിംസും കളിക്കാൻ നിൽക്കും. സോ ആ ഒരു ടൈമിൽ നിങ്ങൾ ആ ഒരു ട്രിക്കിലോ ആ ഒരു പ്രശ്നത്തിലോ പ്രഷറിലോ വീഴാൻ പാടില്ല.
കൂളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒറ്റ തവണയെങ്കിലും പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ. സോ ഡു ദാറ്റ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.